إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين أيطمع كل امرئ منهم أن يدخل جنة نعيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടെ പൂർണ്ണമായും പാലിച്ച് ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. കൊതിയും പേടിയും മനുഷ്യജീവിതത്തിൻ്റെ രണ്ട് പ്രധാന അവസ്ഥകളാണ്. പലതും നാം കൊതിക്കാറുണ്ട്. കൊതിച്ചതൊക്കെയും നേടിയവരും നേടാൻ കഴിയാത്തവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. പേടി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. കൊതിയോടെയും പേടിയോടെയുമാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പേടിയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. ഒരു ചെറിയ കുട്ടിയുടെ മുന്നിൽ, വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു വലിയ സർപ്പം, ആ കുട്ടി അതിനൊരു കളിപ്പാട്ടമെന്നേ കരുതൂ, അതിനെ പിടിക്കാൻ വേണ്ടി ആ കുട്ടി ശ്രമിക്കും. കാരണം ആ കുട്ടിക്ക് പേടി എന്ന ഒരവസ്ഥ ഇല്ല. നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്ന രണ്ട് ഘട്ടങ്ങളാണ് കുറേ കൊതിക്കുകയും പിന്നെ പേടിക്കുകയും ചെയ്യുക എന്നത്. ഒന്നിനോടും ഒരു കൊതിയും ഇല്ലാത്തവൻ്റെ ജീവിതം അത് മരവിച്ചു പോകും. ജീവിതത്തെ നിർണയിക്കുന്ന രണ്ട് ഘട്ടങ്ങളാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്ന നിരീശ്വരവാദികളായ ആളുകൾ അടുത്ത മാസം ഒരു സമ്മേളനം നടത്താൻ പോവുകയാണ് മലപ്പുറത്ത്. അതിന് അവരിട്ട പേര് കോപ്പേ എന്നാണ്. കോപ്പേ എന്ന് പറഞ്ഞാൽ കൊതിപ്പിക്കലും പേടിപ്പിക്കലും. അതാണ് അവരുടെ സമ്മേളനത്തിൻ്റെ ടൈറ്റിൽ. കോപ്പേ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. പരിഹസിക്കാനാണ്, കളിയാക്കാനാണ്. എന്താണ് ഇസ്ലാം? എന്തിനെയാണ് ഇസ്ലാം കൊതിപ്പിക്കുന്നത്? എന്തിനെയാണ് പേടിപ്പിക്കുന്നത്? ഒരാൾ എന്തിനെയാണോ കൊതിക്കേണ്ടത്, ഒരു മനുഷ്യൻ എന്തിനെ കൊതിക്കണം, അത് കൊതിക്കാനാണ് ഇസ്ലാം പറയുന്നത്. ഒരു മനുഷ്യൻ എന്തിനെയൊക്കെ പേടിക്കണം, ആ പേടിക്കേണ്ട വസ്തുക്കളെ പേടിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. മനുഷ്യൻ്റെ വ്യതിരിക്തത എന്ന് പറയുന്നത് തിരിച്ചറിവാണ്.
മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, ജന്തുക്കളിൽ നിന്ന്, ഭൂമിയിൽ കോടാനുകോടി ജന്തുക്കളും ജീവജാലങ്ങളും വർഗങ്ങളുമുണ്ട് ഈ ഭൂമിയിൽ. മനുഷ്യൻ്റെ പ്രത്യേകത തിരിച്ചറിവാണ്. ഒരു മനുഷ്യൻ ആദ്യം തിരിച്ചറിയേണ്ടത് സൃഷ്ടാവിനെയാണ്. പ്രപഞ്ചത്തെയും തന്നെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയാത്തവന് തിരിച്ചറിവ് എത്തി എന്ന് പറയാൻ കഴിയില്ല. ഒരു നിരീശ്വരവാദി ചോദിക്കുകയാണ്, അയാൾ പറയുന്നത് എല്ലാ കഴിവും മനുഷ്യനാണ്, ദൈവമില്ല, ദൈവത്തിനൊരു കഴിവില്ല, ദൈവത്തിന് കഴിവില്ല, ദൈവത്തിന് ശക്തിയില്ല, കഴിവൊക്കെ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടി തിരിച്ചു ചോദിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിലെ, അയാൾ പറയാണ്, എൻ്റെ കയ്യിലെ ഈ വെളുത്ത രോമം ഒന്ന് കറുപ്പിക്കാൻ ദൈവത്തിന് സാധിക്കോ? ദൈവത്തിന് അതിന് ശക്തിയില്ല, ദൈവത്തിനൊരു ശക്തിയില്ല. അപ്പോൾ ഒരു കുട്ടി തിരിച്ചു ചോദിച്ചു, എങ്കിൽ മനുഷ്യനാണ് എല്ലാ കഴിവും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ വെളുത്ത രോമത്തെ വെളുക്കാതെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. മനുഷ്യനാണ് എല്ലാ കഴിവുമെങ്കിൽ കറുത്തത് വെളുത്തുപോയല്ലോ, ഈ വെളുത്തതിനെ കറുക്കാതെ പിടിച്ചു നിർത്താൻ എല്ലാ കഴിവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറ്റിയോ? ഇതിൻ്റെ മുന്നിൽ ആ മനുഷ്യൻ ചെറുതാവാണ്. ഇങ്ങനെ ഒരുപാട് 1000 ചോദ്യങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ ചെറുതാകുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് നിരീശ്വരവാദം എന്നത്. മനുഷ്യൻ ചെറുതാവാണ്. അവിടെയാണ് ഫക്കബ്ബിർഹു തക്ബീറ, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നത് ഈ മനുഷ്യൻ്റെ ചെറുതാകലിൽ നിന്ന് ഉൾത്തിരിയുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ജീവിതം എന്ന് പറയുന്നത് ഒരു റെയിൽവേ ട്രാക്ക് പോലെ ഇങ്ങനെ പോകുന്നതൊന്നുമല്ല. ആണോ ജീവിതം? മനുഷ്യൻ്റെ ജീവിതം അത് ഏത് നിരീശ്വരവാദിയാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞൊരു പുഴ പോലെയാണ്. അത് വളഞ്ഞും തിരിഞ്ഞും ഒഴുകിക്കൊണ്ടിരിക്കും. വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ടാകും ആ പുഴക്ക് നടുവിൽ, വലിയ ആഴികളുണ്ടാകും, അത് കാട്ടിലൂടെ ഒഴുകും, സുന്ദരമായ പ്രദേശത്തു കൂടി അത് ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ ഒഴുകുന്നൊരു നദിയെപ്പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ ഏതെങ്കിലും ഒരു നിരീശ്വരവാദിക്ക് ഇത് നേരെയാക്കാൻ എന്തെങ്കിലും ഒരു സംഹിത, എന്തെങ്കിലും ഒരു നിയമം, എന്തെങ്കിലും ഒരു തത്വങ്ങൾ കൊണ്ടുവരാൻ, ഏതെങ്കിലും ഒരു ആശയങ്ങൾ പരിചയപ്പെടുത്താൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളും മനുഷ്യൻ്റെ മുന്നിലുണ്ടാകും. ആ സമയത്ത് നീ പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറയാനാണ് മതം. പരാജയപ്പെട്ടു പോകുന്ന പല മനുഷ്യരും. ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ചേളാരിക്കടുത്തൊരു പ്രദേശത്ത് 80 വയസ്സായൊരു മനുഷ്യൻ മരിച്ചു. 80 വയസ്സായൊരു മനുഷ്യൻ. ആ മരണത്തിനൊരു പ്രത്യേകത ഉണ്ട്. അയാൾക്ക് അള്ളാഹു കൊടുത്ത 4 മക്കൾ, 4 ആൺകുട്ടികൾ. ആ 4 ആൺകുട്ടികളിൽ ഇളയവൻ ഒഴികെ ബാക്കി 3 ആൺകുട്ടികൾക്കും ബുദ്ധി വളർച്ച എത്താത്തവരായിരുന്നു. 2 വയസ്സുകാരൻ്റെ ബുദ്ധി വളർച്ച പോലുമില്ല. അള്ളാഹു ബുദ്ധി വളർച്ച കൊടുത്ത കുട്ടി മകൻ, അവൻ വേറെ കല്യാണം കഴിച്ചു, അവൻ വേറെയാണ് താമസം. മാനസികമായ രോഗത്തിന് വിധേയമായ ഉമ്മയാണ് അവരുടെ ഉമ്മ. ഈ മനുഷ്യൻ മരിക്കുമ്പോൾ ഈ 3 ആൺമക്കൾക്ക് 60ഉം 65ഉം 55ഉം ഒക്കെ വയസ്സുള്ള മുതിർന്ന മക്കളായിട്ടുണ്ട്. ഈ വാപ്പ മരിച്ചപ്പം ഈ മക്കളെ ഇത്രയും കാലം ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്തതും ആ മക്കളെ കുളിപ്പിച്ചതും കഞ്ഞുകോരി കൊടുത്തതും എല്ലാം ആ വാപ്പയെ. അതിനിടയ്ക്ക് ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്നതും കൊണ്ടുവന്ന ആ മക്കൾക്ക് കഞ്ഞു കൊടുത്ത് ആ മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കി 60ഉം 65ഉം ഒക്കെ വയസ്സുള്ള 3 മക്കളാണ് ആ പിതാവ് മരണപ്പെടുമ്പോൾ അയാൾക്കുള്ളത്. എന്നിട്ട് പത്രങ്ങളിൽ വളരെ വലിയ വാർത്ത വന്നു, ഫ്രണ്ട് പേജിലൊക്കെ വന്നു. എന്തായിരുന്നു വിഷയം? ഈ വാപ്പ രാത്രി മരിച്ചിട്ട് ഈ വാപ്പ മരിച്ചു കിടക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ ഈ മക്കൾക്ക് കഴിയുന്നില്ല. അത്രയും ചെറിയ കുട്ടികളുടെ മാനസിക വളർച്ച പോലും എത്താത്ത ആളുകളാണ് മരിച്ചു കിടക്കുന്ന ഈ വ്യക്തിയുടെ മക്കൾ, 3 മക്കളും. ഒരു 10-11 മണി സമയത്ത് രാത്രി മരിച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ വാപ്പയുടെ ശരീരത്തിൽ മയ്യത്തിൽ അടിച്ചിട്ട് വാപ്പ കഞ്ഞി വേണം എന്ന് പറഞ്ഞ് കരയാണ്. മുടി നരച്ച ആ വലിയ 3 മക്കൾ. ഉമ്മ അപ്പുറത്തിരുന്നത് നോക്കിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖമില്ലാത്ത ഉമ്മയാണ്. ആ 3 മക്കളെ കരച്ചിൽ കേട്ടിട്ട് നാട്ടുകാർ വന്നപ്പോഴാണ് ഉറുമ്പരിച്ച വാപ്പാൻ്റെ മയ്യത്ത് കാണുന്നത്. ഈ ഒരു മനുഷ്യൻ്റെ ജീവിതം ആലോചിക്കണം നിങ്ങൾ. അള്ളാഹു കൊടുത്ത 4 മക്കളിൽ 3 മക്കൾ
പഴി പറയാതെ കുറ്റം പറയാതെ കഴിയുന്നത് അധ്വാനിച്ച് ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത ആ മക്കളെ പോറ്റിയ വാപ്പ, ആ മനുഷ്യൻ്റെ ജീവിതം നിങ്ങൾ നോക്കി. നമ്മൾ ആരെങ്കിലും ആസ്വദിച്ച ഏതെങ്കിലും ഒരു ആസ്വാദനം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുമോ? നമ്മൾ സുഖിച്ച ഏതെങ്കിലും ഒരു സുഖത്തിൻ്റെ ഒരു ഭാഗം ആ മനുഷ്യൻ്റെ ആയുസ്സിൽ ഉണ്ടായിട്ടുണ്ടാവുമോ? ആ മനുഷ്യന് കൊതിയില്ലേ? കൊതിയില്ലേ? ആ മനുഷ്യന് ആഗ്രഹങ്ങളില്ലേ? അത് കിട്ടേണ്ട ഒരു ദിവസം വേണ്ടേ? ഒരു ലോകം വേണ്ടേ? ആ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ അവസാനിച്ചു എന്ന് പറയലാണോ ബുദ്ധിജീവികളുടെ ബുദ്ധി? അതാണോ ഉൾക്കൊള്ളേണ്ടത്? ഇവിടെയാണ് സഹോദരങ്ങളെ, ജീവിതത്തിൽ പലതുമുണ്ട്, പല സന്ദർഭങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയൊരു മനുഷ്യൻ, നോക്കാൻ ആളില്ല, വളർത്താൻ ആളില്ല, തിരിച്ചറിവ് നൽകാൻ ആൾക്കാരുമില്ല. ആ മനുഷ്യന് ബോധം വന്നു, പടച്ചോനെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഒരുപാട് തിന്മകളിലായിരുന്നു. അല്ലാഹ് പറയാ, ഇസ്ലാം നൽകുന്ന കൊതികളെ നോക്കണം നിങ്ങൾ. ഒന്ന്, വല്ലതി അത്മഉ, അവൻ കൊതിക്കും. യോമദ്ദീൻ, ഒരു യോമദ്ദീൻ വരാനുണ്ട്, പ്രതിഫല നടപടി. ആ ദിവസത്തിൽ എനിക്ക് പുറത്തു തരാമെന്ന് കൊതിക്കുന്ന മനുഷ്യൻ. മനുഷ്യൻ്റെ കൊതിയിൽ ഒരു കൊതി അതാണ്. രണ്ടാമത് അല്ലാഹ് പറയാണ്, വൈദാ സമീഅ ഉൻസില ഇല റസൂൽ, റസൂലിനെ ഇറക്കിയത് അവർ കേട്ടാൽ, ഖുർആൻ കേട്ടാൽ, തറാഅയുനും തഫീദു മിനദ് ദമ്മി, കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരും ചില ആൾക്കാരത്. എന്താ കാരണം? മിമ്മ അറഫു മിനൽ ഹഖി, അവർ ഈ ഗ്രന്ഥത്തിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യഖൂലുൻ, അവർ പറയും, റബ്ബന ആമന്ന ഫക്തുബിനാ മഅ ഷാഹിദീൻ, ഞങ്ങളെ റബ്ബെ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്, നിഷേധിച്ചിട്ടില്ല, നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങളെ സത്യസാക്ഷികളിൽ രേഖപ്പെടുത്തണം പടച്ചോനെ. വമാ ലനാ ലാ നുഅ്മിനു ബില്ലാ, അല്ലാഹുവേ നിന്നിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? റബ്ബെ നിന്നിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? വമാ ജാഅനാ മിനൽ ഹഖ്, ഞങ്ങൾക്ക് വന്ന ഈ ഖുർആനാകുന്ന സത്യത്തിൽ വിശ്വസിക്കാതിരിക്കാൻ എങ്ങനെ പറ്റും? വനത്മഉ, ഞങ്ങൾക്ക് കൊതിക്കാതിരിക്കാനും എങ്ങനെ കഴിയും? അൻ യുദ്ഖിലനാ റബ്ബുനാ മഅൽ ഖൗമി സാലിഹീൻ, ഞങ്ങളെ സാലിഹായ നല്ല ജനങ്ങളുടെ കൂടെ പ്രവേശിപ്പിക്കാൻ. ഈ പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് പറയാ, ഫഅസാബഹുമുല്ലാഹു ബിമാ ഖാലു, അല്ലാഹ് പ്രതിഫലം കൊടുത്തു, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹ വദാലിക ജസാഉൽ മുഹ്സിനീൻ. സഹോദരങ്ങളെ, മുഹ്സിൻ, നന്മ ചെയ്യുന്ന, സുഹൃതങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ, സ്വാലിഹ്, നന്നായി ജീവിക്കുന്ന മനുഷ്യൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു തആല മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നിരീശ്വരവാദിക്ക് പറയാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? അല്ലാഹു തആല വേദഗ്രന്ഥം, അല്ലാഹു സൃഷ്ടാവായ റബ്ബ് മനുഷ്യന് കൊടുക്കുന്ന നന്മകൾ, ഈ വിശ്വാസിയായി ജീവിക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്വന്തം ജീവിതത്തിലും തൻ്റെ സമൂഹത്തിനും കുടുംബത്തിനും കൊടുക്കാൻ കഴിഞ്ഞത്, നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. ഫിർഔനിൻ്റെ മുന്നിൽ അള്ളാഹുവിൽ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അവർ പറഞ്ഞത്, ലാ ഗൈറ ഇലാ റബ്ബിനാ റാഗിബുൻ ഇലാ റബ്ബിനാ മുൻഖലിബുൻ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഫിർഔൻ പറഞ്ഞു, കയ്യും കാലും എതിർദിശയിൽ വെട്ടിയിട്ട് മുറിച്ചിട്ട് ക്രൂശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാ, ഞങ്ങൾ പോകണം ഞങ്ങളുടെ റബ്ബിലേക്കല്ലേ. കാരണം ഞങ്ങൾക്ക് കൊതിയുണ്ട്, അങ്ങേ അറ്റത്തെ കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്, പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന്. അങ്കുന്ന ഔവലൽ മുഅ്മിനീൻ, ഞങ്ങൾ ആദ്യത്തെ മുഅ്മിനീങ്ങളായതുകൊണ്ട്. ഇത് ഒരു വിശ്വാസിയുടെ കൊതിയാണ്. അതാണ് ഇസ്ലാം പറയുന്നത്. സൂറത്ത് മആരിജിലെ ആയത്തുകളാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. സൂറത്തുൽ മആരിജ് ഒന്ന് വായിച്ചു നോക്ക് എല്ലാവരും, ഒഴിവ് പോലെ. കുറഞ്ഞ സമയമായതുകൊണ്ട്, വൈകി ബാങ്ക് കൊടുക്കുന്നത് കൊണ്ട് മുഴുവൻ ആയത്തുകൾ ഓതാൻ സമയമില്ല. സൂറത്ത് മആരിജിലെ ആദ്യ ഭാഗത്ത് ഈ ദുനിയാവിലെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരിക, എന്താണ് ജീവിതമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്, അവർ നമസ്കരിക്കുന്നവരാണ്, അവരുടെ സമ്പത്തിൽ ബാക്കിയുള്ളവർക്ക് അവകാശങ്ങളുണ്ട്, അവർ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണ്, കരാറുകൾ നിർവഹിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം അല്ലാഹു തആല പറയാണ്, ഫമാലില്ലദിന കഫറു ഖിബലക മുഹ്തഈൻ. ഫമാലില്ലദിന കഫറു, ഈ നിഷേധികൾക്ക്, ഈ ദൈവനിഷേധികൾക്ക് എന്തു പറ്റി? ഫമാലില്ലദിന കഫറു ഖിബലക മുഹ്തഈൻ, അവർ നിന്റെ നേരെ ഇങ്ങനെ കഴുത്ത് നീട്ടി വരികയാണ് നിന്റെ നേരെ. അനിൽ യമീനി വ അനിൽ ശിമാലി അസീൻ, ഇടത്തോട്ടും വലത്തോട്ടും കൂട്ടങ്ങളായി ഇവർ ചിതറിപ്പോവുകയാണ്. ഇവരോട് പറയാ, അങ്ങനെ ആ കഴുത്ത് നീട്ടുന്ന ഇന്നത്തെ നിരീശ്വരവാദികളെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ, സോഷ്യൽ മീഡിയകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവനിഷേധികളൊക്കെ കാണുമ്പോൾ ഈ ആയത്ത് ഇങ്ങനെ കണ്ണിൽ വരും. അവർ കഴുത്ത് നീട്ടാണ്, ഇടതും വലതും തിരിഞ്ഞിട്ട്, എന്നിട്ട് അവർ ചിതറിപ്പോവുകയാണ് എന്ന് അത് ചോദിക്കുകയാണ്. ആ യത്തുമഉ കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുദ്ഖല ജന്നത നഈം.
സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ താൻ പ്രവേശിക്കപ്പെടണമെന്ന് അവരിൽ ഓരോ മനുഷ്യനും മോഹിക്കുന്നുണ്ടോ, അവന് കൊതിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അള്ളാഹു തആല ചോദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ എന്തിനെ പേടിക്കാൻ പറഞ്ഞതും കൊതിക്കാൻ പറഞ്ഞത്, കൊതിക്കേണ്ടതിനെ കൊതിക്കാനും പേടിക്കേണ്ടതിനെ പേടിക്കാനാണ് പറഞ്ഞത്. ലിമൻ ഖാഫ വഈദ്, എൻ്റെ മുന്നറിയിപ്പുകളെ ഭയപ്പെടുന്നവൻ. ലിമൻ ഖാഫ മഖാമി, എൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്നതിനെ പേടിക്കുന്നവൻ. പേടി അതൊക്കെയാണ്. ലിമൻ ഖാഫ അദാബൽ ആഖിറ, പരലോകത്തെ പേടിക്കുന്നവൻ. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ച് വനഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സിൻ്റെ ഇച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു. മനസ്സ് പലത് തിന്മകളിലേക്കും പോകും, അപ്പം നിയന്ത്രിക്കുകയാണ്. റബ്ബിൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് പേടിച്ചിട്ട്. ആ പേടില്ലാത്തവൻ നേരത്തെ ആ കുട്ടിയുടെ മുന്നിൽ പാമ്പ് പ്രത്യക്ഷപ്പെട്ട പാമ്പിനെ പിടിക്കാൻ പോകുന്ന കുട്ടിയെപ്പോലെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു നിരീശ്വരവാദിൻ്റെ ഉദാഹരണം അതാ. മനുഷ്യൻ്റെ ജീവിതം പടം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ എന്ത് പ്രത്യേകത ഉള്ളത്? ഒരു ലോകമുണ്ട് എന്നത്, ഈ പ്രപഞ്ചത്തിന് വലിയ സൃഷ്ടാവുണ്ട് എന്നത്, ഇവിടെ കാണുന്ന ഏതൊരു സൃഷ്ടിക്കും വലിയ സൃഷ്ടാവില്ലേ? ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തു ഒരു സൃഷ്ടാവില്ലാതെ ഉണ്ടാക്കാതെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇതിൻ്റെ ഈ ഒരു ബൾബിൻ്റെ ട്യൂബിൻ്റെ വില പോലും മനുഷ്യനില്ലേ? മനുഷ്യന് സൃഷ്ടാവ് ആവശ്യമില്ല, പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ആവശ്യമില്ല. അള്ളാഹു പറയണം ഭയപ്പെടണം. അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഇനി അഖാഫുൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം, റബ്ബിനെ ധിക്കരിക്കുമ്പോൾ ഒരു ശിക്ഷയെ, ഒരു ദിവസത്തെ ശിക്ഷയെ ഭയപ്പെടും. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കുക എൻ്റെ വാഗ്ദാനത്തെ ഭയപ്പെടുന്നവൻ. കുറേ വാഗ്ദാനങ്ങളുണ്ട്, ഓരോന്നും പേടിയാണ്. സമ്പത്ത് വരുമ്പോൾ, സ്വത്ത് വരുമ്പോൾ, മുതൽ കയ്യിൽ വരുമ്പോൾ അങ്ങനെയാണ്. വലതിനെ യക്കിനൂസുന ദഹബ വൽഫില്ല, മറ്റേ നിയന്ത്രണം ഉണ്ടാവില്ല, അഹങ്കാരിയായി മാറും. പേടിക്കേണ്ടതിനെ പേടിക്കണമെന്ന് തന്നെ പറഞ്ഞത്. വലതിനെ യക്കിനൂസുന ദഹബ വൽഫില്ല, സ്വർണ്ണവും വെള്ളി നിധിയായി കാത്തു സൂക്ഷിക്കുക, എന്നിട്ട് അതിൻ്റെ സക്കാത്ത് കൊടുക്കൂല. അള്ളാഹു പറയാണ്. സഹോദരങ്ങളെ പേടി ഉണ്ടാകും. കാരണം ഇപ്പം സ്വർണത്തിന് വില ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ സ്വർണത്തിന് വില ഇങ്ങനെ കൂടുമ്പം സ്വർണത്തിന് വില കൂടുകയാണല്ലോ എന്ന പേടിയല്ല, പിന്നെന്താ പേടി? 1,31,160 ഒരു പവന്, 1,31,160 ഇന്ന് കുറഞ്ഞല്ലോ എന്നറിയില്ല. അപ്പം എന്താ പേടിക്കേണ്ടതെന്നറിയോ? 10 പവൻ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. 10 പവൻ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. 10 പവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില ഇന്നലത്തെ വില അനുസരിച്ച് 10 പവന് 13,77,180. അപ്പോൾ അതിന് 2% സക്കാത്ത് കൊടുക്കണം. എത്ര? 34,430 രൂപ സക്കാത്ത് കൊടുക്കണം. ഇന്ന് എത്ര ഡേറ്റ്? 30. കഴിഞ്ഞ വർഷം 30/1/25 30/1/2025 കഴിഞ്ഞ വർഷം ഈ ദിവസം സ്വർണത്തിൻ്റെ വില 60,880 പവന്, 60,880. അന്ന് 10 പവൻ, അതാണല്ലോ സക്കാത്ത്. സ്വർണത്തിൻ്റെ വില പറയാനല്ല മെമ്പർ, സക്കാത്ത് പറയാനാ, സക്കാത്ത് ഓർമ്മിപ്പിക്കാനാ. അപ്പോൾ 10 പവൻ എത്രയായിരുന്നുണ്ടായിരുന്നു? 6,39,240. അപ്പോൾ കഴിഞ്ഞ ഈ ദിവസം, ഒരു കൊല്ലം കഴിഞ്ഞ സക്കാത്ത് കൊടുക്കണം. കഴിഞ്ഞ കൊല്ലം ഈ ദിവസം സക്കാത്ത് കൊടുത്തത് അതിൻ്റെ 2% 15,951. 15,981 കഴിഞ്ഞ വർഷം സക്കാത്ത് കൊടുത്താൻ ഇന്ന് ആ സക്കാത്ത് കൊടുക്കണം. സക്കാത്തിൻ്റെ ഡേറ്റായി. ഇന്ന് ആ സക്കാത്ത് കൊടുക്കേണ്ടത് 15,951 കഴിഞ്ഞ വർഷം ഈ ദിവസം സക്കാത്ത് കൊടുത്താൻ ഇന്ന് കൊടുക്കേണ്ടത് 34,430 റുപ്യാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അള്ളാഹ് പറയാണ്, ഒരു പെണ്ണ് സക്കാത്ത് കൊടുക്കാതെ മരണപ്പെട്ടു പോയ നരകത്തിലാണ്. ആ ആഭരണം നാളെ തീയായി, സർപ്പമായി തീ വെച്ച് മുതുകിലും നെറ്റത്തിലും ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും തീ വെക്കപ്പെടും, നരകാഗ്നിയായിട്ട് മാറും. 10 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ വർഷം. ഇപ്പം ഇതിന് വില കൂടിയിട്ടുണ്ട്. അതൊന്നും കാട്ടിയിട്ടില്ല, അവിടെ വെച്ച് അലമാരിൽ വെച്ച് അല്ലെങ്കിൽ ശരീരത്തിലുണ്ട്, പക്ഷെ അതിന് മൂല്യം കൂടി. ഇപ്പം കഴിഞ്ഞ വർഷം 15,000 കൊടുത്തില്ല, ഇപ്രാവശ്യം 34,000 കൊടുക്കണം. ഇതാണ് വിഷയം. അപ്പോൾ പേടിക്കേണ്ടത് പേടിക്കന്നെ വേണം. അള്ളാഹ് പറയാണ്, വലദിന യസ്ലൂന മാ അമറല്ലാഹു അൻ യൂസല വയഖ്ശന റബ്ബഹും വയഖാഫുന സുഅൽ ഹിസാബ്. ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവർ, വയഖാഫുന സുഅൽ ഹിസാബ്. എന്തിന് ബന്ധം ചേർക്കണം? വയഖാഫുന, അവർ പേടിക്കും, സുഅൽ ഹിസാബ്, അങ്ങേ അറ്റത്തെ മോശമായ ഒരു വിചാരണയെ,
റബ്ബിൻ്റെ മുന്നിൽ വിറപ്പിക്കപ്പെടുന്ന വിചാരണയെ പേടിക്കും. ആ പേടിക്കുന്നവർ മന്ദ ചേർക്കും. എന്തുകൊണ്ടാ? സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ ഉമ്മാന്റെ മരണം ആഘോഷിക്കാൻ ഒരു മകന് തോന്നിയത്, ഒരു എക്സ് മുസ്ലിമിന് തോന്നിയത് എന്തുകൊണ്ടാ? ഹൂറന്മാരുള്ള ലോകത്തേക്ക് എൻ്റെ ഉമ്മ പോയി എന്നാ പറഞ്ഞത്. ഹൂറന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാം അത് പറഞ്ഞ് കൊതിപ്പിക്കുകയാണ്. ഇസ്ലാം ഹൂറന്മാരെ പറഞ്ഞ് കൊതിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഉമ്മ അങ്ങനെ ജീവിച്ച് മരിച്ചത്. എൻ്റെ ഉമ്മ ഹൂറന്മാരുടെ അടുക്കലേക്ക് പോയി എന്നാ പറഞ്ഞത്. സ്വന്തം ഉമ്മയെ ഹൂറന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയായി പറയാൻ ഒരു ദൈവം നിഷേധിக்க കഴിയൂ? അങ്ങനെയുള്ള മനുഷ്യന്മാരാ ഭൂമിയിൽ വേണ്ടത്? അങ്ങനെയുള്ള ആളുകളാണ് ആ ഭൂമിയിൽ വേണ്ടത്. എന്നിട്ട് ഇന്ന് തിരുത്തി എഴുതി. എന്താ എഴുതിയത്? ദാ ഉമ്മ അവിടുന്ന് എഴുതിയിട്ടുണ്ട്, മോനെ ഞാൻ ഇവിടെ വന്നപ്പം ഇവിടെ ഒരു ഹൂറന്മാരെയും പിന്നെ ബാക്കി തെറിയാണ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സാങ്കല്പികമായി എഴുതുകയാണ്. ഈ സാങ്കല്പിക സൃഷ്ടി രചിക്കുന്നവർക്കാണോ അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിക്കാൻ കഴിയുക? അള്ളാഹുവിൻ്റെ ഖുർആനെ നിഷേധിക്കാൻ കഴിയുക? ഇവിടെയാണ് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹിനെ ഭയപ്പെടുക, പേടിക്കണം. അമേരിക്കയിലുള്ള മകൻ ഒന്ന് വിളിച്ചന്വേഷിക്കുക പോലും ചെയ്തില്ല. നമ്മൾ വായിച്ചില്ല ഇന്നലെ. സ്വന്തം അച്ഛൻ്റെ ശരീരം അത് പുഴുക്കളരിച്ച് മരിച്ചിട്ട് 30 ദിവസമായി. അമ്മ തൊട്ടടുത്ത് അമ്മ മരിച്ചു കിടക്കുന്നു. 20 ദിവസമായി അമ്മ മരിച്ചിട്ട്. അച്ഛൻ മരിച്ച് 30 ദിവസം കഴിഞ്ഞ് അമ്മ മരിക്കുക. ഒന്ന് വിളിച്ച് ചോദിക്കുകയോ ഫോൺ ചെയ്യുക അന്വേഷിക്കുകയോ പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് നാട്ടുകാരാണ് ആ ശരീരം കൊണ്ടുപോകുന്നത്, പുഴുക്കളരിച്ച ശരീരം. മകളും മരുമകനും കൂടി വൃദ്ധയായൊരു സ്ത്രീയെ വീട്ടുമുറ്റത്തിട്ട് അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും നമ്മൾ കണ്ടു. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളവരാണോ ഭൂമിയിൽ വേണ്ടത്? ഇതൊക്കെ എവിടുന്ന? ഇസ്ലാമിൻ്റെ ആശയത്തെ കൈയൊഴിഞ്ഞാൽ, റഹ്മാനായ റബ്ബ് തന്ന ആശയത്തെ കൈയൊഴിഞ്ഞാൽ, പേടിക്കേണ്ടതിനെ പേടിക്കാതിരുന്നാൽ ഈ ഭൂമി, ഈ ലോകം അത് കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അതിൻ്റെ പിന്നാലെ പോവാനല്ല. യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെ പേടിക്കണം. തതകല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും താളം തെറ്റി മറിഞ്ഞു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾക്ക് പിന്നാലെ, സ്വന്തം താല്പര്യങ്ങൾക്ക് പിന്നാലെ, സ്വന്തം സുഖത്തിന് പിന്നാലെ, മാതാപിതാക്കളെയും കുടുംബത്തെയും പാവങ്ങളെയും വേദനിക്കുന്നവരെയും മറന്നാണ് ജീവിതമെങ്കിൽ നാളെ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള പറയാ. പേടിക്കാത്തവർ പേടിക്കേണ്ട ദിവസം. സൂറത്ത് സുമറിൽ അല്ലാഹ് പറയാ, ദാലിക യുഖവ്വിഫുല്ലാഹു ഇബാദഹു, നരകത്തിന്റെ ഭീകരമായ ശിക്ഷയെ പറ്റി പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ഇന്നൽ ഖാസിരീന ലദീന ഖസറു അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ. ആരാണ് നഷ്ടക്കാരെന്നറിയോ? ആരാണ് പരാജയപ്പെട്ടവരെന്നറിയോ? ജീവിതത്തിൽ പരാജയപ്പെട്ടവരാരാണ്? സ്വന്തം കുടുംബത്തെയും സ്വന്തത്തെയും ഖിയാമത്ത് നാളിൽ പരാജയപ്പെട്ടവർ. അവിടെ ഒന്നും കിട്ടാതെ വരിക. ഖിയാമത്ത് നാളിൽ സ്വന്തം ജീവിതം നഷ്ടമായി, സ്വന്തം കുടുംബം അത് നഷ്ടമായി എങ്കിൽ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടം എന്നുള്ള പറയാ. ലഹും മിൻ ഫൗഖിഹിം ദുലൽ, അവർക്ക് മീതെ നരകത്തീയിൻ്റെ തട്ടുകളുണ്ട്. വമിൻ തഹ്തിഹിം ദുലലും, അവർക്ക് താഴെയും നരകാഗ്നിയുടെ തട്ടുകളുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാ, ദാലിക യുഖവ്വിഫുല്ലാഹു ഇബാദ, അതാണ് അള്ളാഹ് തൻ്റെ അടിമകളെ ഭയപ്പെടുത്തുന്ന കാര്യം. ഭയപ്പെടേണ്ട സത്യത്തെ ഭയപ്പെടുത്താണ്. യാ ഇബാദി ഫത്തഖൂൻ, എൻ്റെ പൊന്നാര അടിമകളെ, യാ ഇബാദി ഫത്തഖൂൻ, അതുകൊണ്ട് എൻ്റെ കൽപ്പനകളെ അംഗീകരിച്ച് സൂക്ഷിച്ച് ഭക്തിയോടെ തഖ്വയോടെ ജീവിക്കണം. പ്രാർത്ഥിക്കുക റബ്ബിനോട്. വദുഊഹു, അവരോട് പ്രാർത്ഥിക്കും. ഖൗഫൻ വതമഅൻ, പേടിയോടെ കൊതിയോടെ പ്രാർത്ഥിക്കും. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക്, നന്മ ആഗ്രഹിക്കുന്ന, നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ കൊതിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ സമീപസ്ഥമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ശഅബാൻ 11. അള്ളാഹുവിലേക്ക് അടുക്കാൻ ധാരാളമായി പരിശ്രമിക്കേണ്ട മാസം. റമദാൻ കടന്നു വരികയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എന്താണ് ഒരുക്കം? കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയ നോമ്പുകളൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ആരോഗ്യവതിയായൊരു സ്ത്രീക്ക് ഒരു റമദാനിൽ, ഒരു മാസം റമദാൻ ഉണ്ടല്ലോ, ഒരു മാസത്തിൽ പല ദിവസവും നോമ്പ് നിൽക്കാൻ പറ്റാത്ത ദിവസമാവും. അപ്പോൾ അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ, നോറ്റ് വീട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഈ ഷാബാനിൽ തന്നെ റമദാൻ്റെ മുമ്പ് നോറ്റ് വിട്ടുക.
മുല കൊടുക്കുന്ന സ്ത്രീകളും അങ്ങേയറ്റം വാർദ്ധക്യത്തിലുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർ മുദ്ദ് കൊടുക്കുക. നൂറ്റി വിട്ടാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അതിന് പുറമെ ഒരു നൂറ്റി വിട്ടുകയും ചെയ്യുക. അങ്ങനെ ഒരുങ്ങാൻ വേണ്ടത്. സുന്നത്ത് നടപ്പിലാക്കുക. എന്നാൽ നമ്മൾ കാണുന്നത് ബിദഅത്ത, അതിനാണ് പ്രചാരണം കൂടുതൽ. ഉള്ളതിനല്ല, ഇല്ലാത്തതിനാണ്. ഷഅബാൻ 15 ഒരു നോമ്പ്, ബറാത്ത് നോമ്പ്, അങ്ങനെ നോമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഒരു ഹദീസ് കാണാം അബൂദാവൂദിൻ്റെ, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫു ബിൻ ഷഅബാൻ ഫഖൂമു ലൈലഹ വസൂമു നഹാറ. ഷഅബാൻ 15 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ രാത്രി നിന്ന് നിസ്കരിക്കുക, പകൽ നോമ്പ് വിൽക്കാന്ന്. ഈ ഹദീസ് മൗളൂഅൻ, മനുഷ്യരുണ്ടാക്കിയ ഹദീസാ, നിർമ്മിച്ച ഹദീസാ. ഹദീസിൻ്റെ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ പറയാ നിർമ്മിച്ചുണ്ടാക്കിയ മൗളൂഅ ഹദീസാണ്. ഒരു സ്വഹീഹ് ഹദീസും വന്നിട്ടില്ല. എത്രയോ സുന്നത്ത് നോമ്പുണ്ട്. ഉള്ളത് നോൽക്കാം, തിങ്കൾ നോൽക്കാം, വ്യാഴാഴ്ച എല്ലാ മാസവും 13, 14, 15 എന്ന നിലക്ക് അയ്യാമുൽ ബീദ് ഷഅബാൻ 15 നോൽക്കാം. ആ നിലക്ക്. അതല്ലാതെ ഷഅബാൻ 15 മാത്രമായിട്ടൊരു നോമ്പ് റസൂൽ നോറ്റിട്ടില്ല. അറഫയിലെ നോമ്പുണ്ട്, മുഹറം 9, 10 എത്രയോ സുന്നത്തായ നോമ്പുണ്ട്, ശവ്വാൽ 6 നോമ്പുണ്ട്. ഇതൊക്കെ ഉള്ളതാണ്, ഹദീസിലുള്ളതാണ്. ഒരുപാട് പ്രതിഫലമുണ്ട്. ഇല്ലാത്ത നോമ്പുകളാണ് ഒന്ന് ഈ പറഞ്ഞ നോമ്പും, അതുപോലെ തന്നെ പിന്നെ ഇതുപോലെയുള്ള മറ്റ് പല നോമ്പുകളും. ഇല്ലാത്ത നോമ്പുകൾ അതിന് പ്രചാരണം കൊടുക്കുക. ഇമാം നവവി പറയാണ്, 2 കാര്യങ്ങൾ ഈ ഷഅബാനിൽ സാധാരണ നടക്കാറുണ്ട്. ഒന്ന് സലാത്തുൽ റഗായിബ്, പിന്നെ സലാത്തുൽ അൽഫിയ. സലാത്തുൽ അൽഫിയ എന്ന് പറഞ്ഞാൽ ഷഅബാൻ 15 നിങ്ങൾ ഷഅബാൻ 15 നടക്കുക 100 റക്അത്ത് നിസ്കാരം, ഓരോ റക്അത്തിലും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുള്ള നിസ്കാരം. ഈ 2 കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് മുൻകറത്താനി ബിദ്അത്താനി മുൻകറത്താനി ഖബീഹത്താനി. ഇമാം നവവി രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി പറയാണ്, ഇത് രണ്ടും, ഈ പറഞ്ഞ രണ്ടും അത് ബിദ്അത്താണ്, ഉണ്ടാക്കിയതാണ്. മുൻകറത്താനി അത് തള്ളപ്പെടേണ്ട, അങ്ങേയറ്റം വെറുക്കപ്പെട്ട കാര്യമാണ്. ഖബീഹത്താനി വളരെ മോശപ്പെട്ട കാര്യമാണ്. എന്താ കാരണം? നിർദ്ദേശമില്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. പിൽക്കാലത്ത് ആൾക്കാർ പലതും ഉണ്ടാക്കി കൊടുത്തപ്പെട്ടതാ. എത്രമാത്രം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇതിന് ഹദീസുകൾ പറയും, അതിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഷഅബാൻ 15 ഒരു പ്രത്യേക എണ്ണം വെച്ചിട്ട് സൂറത്ത് യാസീൻ ഓതുക, ആയുസ് വർദ്ധിക്കാൻ, അപകടങ്ങൾ നീങ്ങാനും പ്രത്യേക നിസ്കാരം നിസ്കരിക്കുക, ഇങ്ങനെ പലതുണ്ട്. ഇതൊക്കെയും മതത്തിൽ ഈ ദീനിൽ കടത്തിക്കൂട്ടിയതാണ്. എന്താണ് ഉള്ളത് അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് തെറ്റാതെ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷഅബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, കഴിഞ്ഞ റമദാൻ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളൊക്കെ നോറ്റിവിട്ട പ്രത്യേക സ്ത്രീകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ശരീരത്തിന് അള്ളാഹു ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. റമദാനിലേക്ക് അള്ളാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടിയിട്ട് തരട്ടെ. ഷഅബാൻ അള്ളാഹു നമുക്ക് ബർക്കത്തിനെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, വേദനയേറിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിക്ക് 45,000 രൂപ ദാനമായി നൽകിയൊരു സഹോദരിയുണ്ട്. അള്ളാഹു തആല അവരൊന്ന് കബൂൽ ചെയ്യട്ടെ. അവർക്ക് അള്ളാഹു സ്വർഗം പകരമായി പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മക്കൾ വിളിച്ചു പറഞ്ഞവരും കത്ത് തന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർദാനാ വമർദൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ. റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.